ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2-3 വിധം കിറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് കിറ്റായിട്ടും അതല്ലാതെയും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയും കുറച്ച് പേർക്ക് കിട്ടാനുണ്ട്. ഇനിയും കുറച്ച് ആൾക്കാർക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സാറ്റൻ റിബൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരുപാട് സാറ്റൻ റിബൺ മുമ്പത്തെ ഉണ്ട്. 1 ഇഞ്ചിൻ്റെതും 1/2 ഇഞ്ചിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സാറ്റൻ റിബൺ വെച്ചിട്ട് പ്ലെയിൻ മെറ്റൽ ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് സാറ്റൻ റിബൺ വെച്ചിട്ട് ഒരുപാട് ഡിസൈൻ ഫ്ലവർ ചെയ്യാൻ പറ്റും. ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു റിബൺസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സാറ്റൻ റിബൺ വെച്ച് നമുക്ക് ഒരുപാട് മോഡൽ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നമുക്ക് പോളൻസും സ്റ്റോണോ ബീഡ്സോ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയാൽ നല്ല ഹെയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഒട്ടിക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സാറ്റൻ റിബണിന് ഒരു ഷൈനിങ് കൂടെ ഉണ്ടാവല്ലോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. നമ്മുടെ കിറ്റുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനിയും ഓർഡർ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.